ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ വിജയിച്ച് കയറി. ഇതിൽ ഞാനൊരു 4 കളിക്കാരെയാണ് അണ്ടർ റേറ്റഡ് ആയിട്ട് പറയാൻ പോകുന്നത്. പക്ഷെ അവര് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ചു. ആരും അവരധികം ശ്രദ്ധിച്ചു കാണില്ല. ആ 4 പേരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആൾ മറ്റാരല്ല, അറ്റാക്കിങ്ങിൽ ഇന്നത്തെ സൂപ്പർ പ്ലെയറായി കളിച്ചിരുന്നത്, റൈറ്റ് വിങ്ങറായി കളിച്ചിരുന്ന റയാൻ. ബോൺമൗത്തിന്റെ താരമാണ്. 19 വയസ്സ് പ്രായമുള്ളൂ. അധികം ബ്രസീൽ ടീമിനൊന്നും വേണ്ടി കളിച്ചിട്ടില്ല. ആഞ്ചലോട്ടിയുടെ അണ്ടറിൽ തീരെ കളിച്ചിട്ടില്ല. പക്ഷെ ആ താരം ആഞ്ചലോട്ടി വിശ്വാസം അർപ്പിച്ചു. അതിനുള്ള എന്താ പറയാ പ്രത്യുത്തരം താരം കൊടുത്തു. അതാണ് അമ്മാതിരി പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. എല്ലാ ഗോളിലും അദ്ദേഹത്തിന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. റയാൻ, നമുക്കറിയാം ബോൺമൗത്തിൽ റയാൻ വന്നതിന് ശേഷം ബോൺമൗത്ത് ഒറ്റ മത്സരം പോലും തോറ്റിട്ടില്ല എന്ന് പറയുമ്പോഴും, അതുപോലെ യൂറോപ്പ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്തു ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെൽസിയകളൊക്കെ മുകളിൽ ഫിനിഷ് ചെയ്ത്. അതാണ് പവർ. ഒരു താരം വരുന്ന ഇമ്പാക്റ്റ് അതാണ്. റഫീനയുടെ പരിക്ക് ശരിക്കും ബ്രസീലിനെ ഒരർത്ഥത്തിൽ സഹായിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. റയാന്റെ വരവിനായിട്ട് ആ ഒരു പരിക്ക് കാരണമായി. രണ്ടാമത്തെ താരം സൈലന്റ് പ്ലെയർ, ആരും അധികം പറയാത്ത ഒരാളാണ്. നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കില്ല. സാന്റോസ്, ഡൗഗ്ലസ് സാന്റോസ്. ആള് എന്തൊരു കൂളായിട്ടാണ് വിങ് ബാക്ക് കളിക്കുന്നത്. ആള് ഒരു 70s ഒരു ഹെയർ സ്റ്റൈലാണ് പുള്ളിക്ക്. ഇപ്പത്തെ കളിക്കാരെ ഹെയർ സ്റ്റൈൽ ഒന്നുമില്ല. ശാന്തനാണ്. അദ്ദേഹം വലിയ അറ്റാക്കിനൊന്നും പോയില്ല. പക്ഷെ പോണ സമയത്ത് വിനിക്ക് കട്ട കൂട്ടാണ് ആള്. എന്തൊരു മനോഹരമായിട്ടാ ലെഫ്റ്റ് ബാക്ക് ആള് കവർ ചെയ്തത് ഇന്നത്തെ പൊസിഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം വലിയ മീഡിയയുടെ മുന്നിലോ വലിയ ഹൈപ്പോ ഒന്നുമില്ല. പക്ഷെ പുള്ളിയുടെ റോള് ക്ലീൻ ആൻഡ് നീറ്റായി ചെയ്യുന്നുണ്ട്. അത് പുള്ളിയെ മാറ്റി നിർത്തുന്നത്. വിൻ ബാക്ക് എപ്പോഴും പ്രശ്നമായ ബ്രസീലിനെ പുള്ളി അൺറേറ്റഡ് ജമ്മാണ് ഞാൻ പറയുന്നത്. പെർഫോമൻസ് സൂപ്പറായി കാഴ്ചവെക്കുന്നുണ്ട് പുള്ളി. ഇനി മൂന്നാമത്തെ സാരം ബ്രൂണോ ഗിമറസ്. ഇത്ര നാൾ വിമർശനം കേട്ടിരുന്നു, ന്യൂകാസിൽ കളിക്കുന്നുണ്ട്, ഒന്നുപോലും ബ്രസീലിന് വേണ്ടി കളിക്കുന്നില്ല. പക്ഷെ താരം ഇന്ന് നിറഞ്ഞാടി കളിച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? 2 അസിസ്റ്റാണ് ഇന്ന് കൊടുത്തേക്കണേ. കിട്ടുകിട്ടായ അസിസ്റ്റ്. എന്താ പറയാ, താരം മുന്നോട്ട് കയറി കളിക്കുമ്പോൾ കറക്റ്റായിട്ട് കുനിഹറിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ആ ഒരു ആഞ്ചലോട്ടിയുടെ തന്ത്രമാണത്. കറക്റ്റായി അതിനൊത്ത് ഗുമറസ് ഇന്ന് കളിച്ചിട്ടുണ്ട്. ബ്രൂണോ ഗിമറസ് അണ്ടർ റേറ്റഡ് മിഡ്ജം, അങ്ങനെ തന്നെ വേണം പറയാം. ഇനി നാലാമത്തെ താരം നമ്മളെ ഏറെ വിമർശിച്ചിരുന്ന ഒരാളാണ്, ഡാനിലോ. റൈറ്റ് ബാക്കത്തെ ഡാനിലോ, പഴയ ഡാനിലോ അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇപ്പൊ 2-3 ഡാനിലോ ഉണ്ട് ബ്രസീൽ ടീമിൽ. അദ്ദേഹം കറക്റ്റായിട്ട് ഇപ്പൊ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ഫ്ലെമിംഗോല് കളിക്കുന്നേക്കാൾ സൂപ്പറായിട്ട് ബ്രസീൽ ടീമിൽ കളിക്കുന്നുണ്ട്. ആഞ്ചലോട്ടിയിൽ വിശ്വാസം അർപ്പിച്ച് കറക്റ്റായിട്ട് ആഞ്ചലോട്ടിക്ക് ആള് തിരിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ 4 പ്ലേയേഴ്സ് സൂപ്പർ. പിന്നെ അഞ്ചാമത് നമ്മൾ അണ്ടർ റേറ്റഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത ഗബ്രിയൽ മഗലസ്. താരം എപ്പോഴും എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ആർസനലിൽ കളിക്കുന്ന അതേ ഫോം ഇവിടെ താരം തുടരുന്നുണ്ട്. ക്ലിയറൻസ് ആയാലും ടാക്കിൾ ആയാലും ക്ലീൻ ആൻഡ് നീറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ബ്രസീലിന്റെ വിജയത്തിന് പിന്നിൽ. ഓരോ കളി കഴിയുന്നതോറും ബ്രസീൽ വീര്യം കൂടുന്ന ഒരു വാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ടീമുകൾ അത് കാണുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം.